നമസ്കാരം, ഏവർക്കും സ്റ്റഡി നിഫ്റ്റി മലയാളത്തിന്റെ ഡെയിലി മാർക്കറ്റ് ന്യൂസിലേക്ക് സ്വാഗതം. ഇന്ന് ജൂലൈ 8 തിങ്കളാഴ്ചയാണ്. പുതിയൊരു ആഴ്ച ആരംഭിക്കുകയാണ്. ഏവർക്കും ഒരു പ്രോഫിറ്റബിൾ ആയ ആഴ്ചയാവട്ടെ എന്ന് ആശംസിച്ച് തുടങ്ങുന്നു. ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വന്നാൽ പുതിയ ഉയരങ്ങളിലേക്ക് ഇന്ത്യൻ മാർക്കറ്റുകൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് ഈ ആഴ്ച ഇനി ഏർണിംഗ് സീസൺ കൂടി ആരംഭിക്കാനിരിക്കുന്നു. മാത്രമല്ല ജൂലൈ 23 യൂണിയൻ ബഡ്ജറ്റ് നടക്കുക. ഏതായാലും ഗിഫ്റ്റ് നിഫ്റ്റി എന്ന് സൂചിപ്പിക്കുന്നത് ചെറിയ ഒരു മ്യൂട്ടഡ് അല്ലെങ്കിൽ ഒരു പോസിറ്റീവ് ഓപ്പണിംഗിന് സാധ്യതയുണ്ട് എന്നാണ്. ഗ്ലോബൽ മാർക്കറ്റിലേക്ക് വന്നാൽ US മാർക്കറ്റിൽ S&P 500 പുതിയ ഓൾ ടൈം ഹൈ ടച്ച് ചെയ്തു. സെപ്റ്റംബറിൽ ഒരു റേറ്റ് കട്ട് ഉണ്ടായിരിക്കും എന്ന സാധ്യതകൾ കൂടുതൽ വർദ്ധിച്ചു വരുന്നു. UK പൊതു തെരഞ്ഞെടുപ്പിൽ വൻ ഭൂരിപക്ഷത്തോടെ ലേബർ പാർട്ടി വിജയിച്ചു. ഏതായാലും ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന US യൂറോപ്യൻ ഫ്യൂച്ചർ മാർക്കറ്റുകളെല്ലാം നെഗറ്റീവിൽ തന്നെയാണ് ട്രേഡ് ചെയ്യുന്നത്. ഇനി നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നുപോയിട്ടുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. മാത്രമല്ല വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇപ്പോൾ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യാനും ശ്രമിക്കുക. ഇന്നത്തെ ദിവസത്തെ ഏറ്റവും ഹൈലൈറ്റ് ആയ വാർത്ത ബഡ്ജറ്റ് തീയതി പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ധനമന്ത്രി നിർമ്മല സീതാരാമൻ കേന്ദ്ര ബഡ്ജറ്റ് 2024 ജൂലൈ 23 ലോക്സഭയിൽ അവതരിപ്പിക്കും. ബജറ്റ് സമ്മേളനം 2024 ജൂലൈ 22 മുതൽ ഓഗസ്റ്റ് 12 വരെ നടക്കും. ഇനി ബഡ്ജറ്റുമായി ബന്ധപ്പെട്ട് ഗുണം ലഭിക്കാൻ സാധ്യതയുള്ളത് ആർക്കൊക്കെയാണെന്ന് നോക്കാം. ധനമന്ത്രി നിർമ്മല സീതാരാമൻ 120-ലധികം ഓഹരി ഉടമകളെ ഉൾപ്പെടുത്തി ജൂൺ 19 ആരംഭിച്ച പ്രീ ബഡ്ജറ്റ് കൂടിയാലോചനകൾ പൂർത്തിയാക്കി. ഉപഭോഗം വർദ്ധിപ്പിക്കുക, നികുതി നിരക്കുകൾ കുറയ്ക്കുക, പുതിയ പെൻഷൻ പദ്ധതികൾ വ്യക്തമാക്കുക, ധനക്കമ്മി നിയന്ത്രിക്കുക, ഉൽപാദനം പ്രോത്സാഹിപ്പിക്കുക തുടങ്ങിയവയായിരുന്നു പ്രധാന നിർദ്ദേശങ്ങൾ. ഏതായാലും ഈ ഒരു വാർത്തയുടെ അടിസ്ഥാനത്തിൽ പറയുകയാണെങ്കിൽ റൂറൽ എക്കോണമിക്ക് വളരെയേറെ ഗുണം ചെയ്യാൻ സാധ്യതയുണ്ട് വരുന്ന ബഡ്ജറ്റ്. മാത്രമല്ല സാലറീഡ് ക്ലാസ്സിനും ബെനിഫിറ്റ് ആവും എന്ന് ഈ വാർത്ത പറയുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട ഫോക്കസിൽ വരുന്ന ഒരു സെക്ടർ എന്ന് പറയുന്നത് മാനുഫാക്ചറിംഗ് സെക്ടറാണ്. മാനുഫാക്ചറിംഗ് സെക്ടറിൽ വരുന്ന പ്രധാനപ്പെട്ട കമ്പനികൾ ബഡ്ജറ്റിന് മുന്നേ തന്നെ ഫോക്കസിൽ ഉണ്ടായിരിക്കും എന്നാണ് ഈ വാർത്ത സൂചിപ്പിക്കുന്നത്. ഇനി മഴയുമായി ബന്ധപ്പെട്ട ഒരു വാർത്തയാണ്. ജൂലൈയിൽ ആദ്യവാരത്തിൽ 39% അധിക മഴ ലഭിച്ചതായി കണക്കുകൾ പറയുന്നു. ജൂൺ മാസത്തിൽ താരതമ്യേന 11% മഴ കുറവായിരുന്നു നമുക്ക് ലഭിച്ചിരുന്നത്. എന്നാൽ ജൂലൈയിൽ 39% അധികം ലഭിച്ചത് ഇത് കൃഷിയെ സംബന്ധിച്ച് ഒരു തരത്തിൽ ഗുണകരമാണെങ്കിലും വലിയ രീതിയിലുള്ള ഫ്ലഡൊക്കെ പല സ്ഥലങ്ങളിലും ഉണ്ടാകുന്നത് കൃഷിക്ക് വളരെയേറെ ദോഷകരവുമാണ്. മറ്റ് സ്റ്റോക്ക് ന്യൂസുകൾ നോക്കാം. ആദ്യം യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ ടോട്ടൽ ഡെപ്പോസിറ്റ്സിൽ 8.5% വർധനവ് ഇയർ ഓൺ ഇയറിൽ വന്നിരിക്കുന്നു. ഗ്ലോബൽ ഗ്രോസ് അഡ്വാൻസസിൽ 11.46% വർധനവും രേഖപ്പെടുത്തി. ഡൊമസ്റ്റിക് കാസ ഡെപ്പോസിറ്റ്സിൽ 3.76% വർധനവാണ് വന്നിരിക്കുന്നത്. അടുത്തത് ഒരു Q1 അപ്ഡേറ്റ് വന്നിരിക്കുന്നത് അദാനി വിൽമറുമായി ബന്ധപ്പെട്ടതാണ്. വോളിയം ഗ്രോത്തിൽ 13% വർധനവ് ഇയർ ഓൺ ഇയറിൽ രേഖപ്പെടുത്തി. വോളിയം ഓഫ് ബ്രാൻഡ് എക്സ്പോർട്സിൽ 36% വർധനവാണ് വന്നിരിക്കുന്നത്. എഡിബിൾ ഓയിൽ വോളിയം ഇൻക്രീസ് ചെയ്തിരിക്കുന്നു 13%. ഫുഡും FMCG വോളിയം ഗ്രോത്തിലും വർധനവുണ്ടായി 46% വർധനവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അടുത്തത് ടൈറ്റനുമായി ബന്ധപ്പെട്ട Q1 അപ്ഡേറ്റ് ആണ്. ബിസിനസ് ഗ്രോത്തിൽ 9% വർധനവാണ് വന്നിരിക്കുന്നത്. 61 സ്റ്റോറുകൾ ഇതിനോടകം ആഡ് ചെയ്ത് കഴിഞ്ഞു. റീറ്റെയിൽ നെറ്റ്വർക്കിൽ ഇപ്പോൾ ഉള്ളത് 3096 സ്റ്റോറുകളാണ്. ജ്വല്ലറി സെഗ്മെന്റിൽ 9% വളർച്ചയാണ് രേഖപ്പെടുത്തിയത്. വാച്ച് ആൻഡ് വിയറബിൾ സെഗ്മെന്റിൽ 15% വളർച്ചയും, ഐ കെയർ സെഗ്മെന്റിൽ 3% വളർച്ചയും, എമർജിംഗ് ബിസിനസ്സിൽ 4% വളർച്ചയും ആണ് ഇയർ ഓൺ ഇയറിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. മറ്റൊരു Q1 അപ്ഡേറ്റ് വന്ന ബാങ്ക് ഇൻഡസ്ഇൻഡ് ബാങ്ക് ആണ്. നെറ്റ് അഡ്വാൻസസിൽ 16% വളർച്ചയാണ് രേഖപ്പെടുത്തിയത് ഇയർ ഓൺ ഇയറിൽ. ഡെപ്പോസിറ്റ്സിൽ 15% വളർച്ചയുണ്ടായിട്ടുണ്ട്. കാസ റേഷ്യോ 36.7%. കഴിഞ്ഞ വർഷം ഇതേ കാലയളവിൽ 39.9% കാസ റേഷ്യോയിൽ ഒരു ഇടിവുണ്ടായിട്ടുണ്ട്. മറ്റൊരു സ്റ്റോക്ക് ന്യൂസ് ഉള്ളത് NLC ഇന്ത്യയെ സംബന്ധിച്ചതാണ്. ഇന്ത്യയിലെ ഒഡീഷയിലെ ഒരു വലിയ കൽക്കരി ഖനിയുടെ ലേലത്തിൽ NLC ഇന്ത്യയാണ് വിജയിച്ചത്. ഇത് കമ്പനിയെ സംബന്ധിച്ച് വളരെ പോസിറ്റീവായ ഒരു വാർത്ത തന്നെയാണ്. മറ്റൊരു ഫോക്കസിലുള്ള കമ്പനി ടാറ്റ മോട്ടോഴ്സ് ആണ്. ജാഗ്വർ ലാൻഡ് റോവർ മൊത്ത വ്യാപാരത്തിൽ 5% വളർച്ച രേഖപ്പെടുത്തി 97,755 യൂണിറ്റുകളാണ് വിറ്റത്. റീറ്റെയിൽ വിൽപ്പനയിൽ 9% വർധനവ് രേഖപ്പെടുത്തി 1.11 ലക്ഷം യൂണിറ്റുകളാണ്. റേഞ്ച് റോവർ സ്പോർട്സ് മോഡലുകളുടെ മൊത്ത വ്യാപാരം യഥാക്രമം 22%, 46% വർദ്ധിച്ചു. ഇനി ഇന്ന് F&O സെഗ്മെന്റിൽ ബാനായ സ്റ്റോക്കുകൾ: ആദിത്യ ബിർള ഫാഷൻ ആൻഡ് റീറ്റെയിൽ ലിമിറ്റഡ്, ബന്ധൻ ബാങ്ക്, GNFC, ഹിൻഡ് കോപ്പർ, ഇന്ത്യ സിമെന്റ്, പിരാമൽ എന്റർപ്രൈസസ് എന്നീ കമ്പനികളാണ്. ഇനി പതിവായിട്ട് നടക്കുന്ന ലൈവ് സെഷൻ രാവിലെ 10:30 മുതൽ 3:30 വരെയാണ് ഉണ്ടായിരിക്കുക. എല്ലാവരും കാണാൻ ശ്രമിക്കുക. ഒത്തിരിയേറെ ഇൻഫർമേഷൻസ് ഉള്ള ഒരു സെഷൻ തന്നെയാണ്. ഇനി നമ്മുടെ സ്റ്റുഡൻസിന് നമ്മുടെ ലൈവ് സെഷൻ കാണാൻ സാധിക്കുന്നില്ല. നിങ്ങൾക്ക് ഞങ്ങളുടെ
എഡ്യൂക്കേഷണൽ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ട് എന്നൊക്കെ ഉണ്ടെങ്കിൽ തൊട്ടുമുകളിൽ ഇവിടെ കൊടുത്ത വാട്സപ്പ് നമ്പറിൽ ഞങ്ങൾക്ക് മെസ്സേജ് അയച്ച് ഞങ്ങളുടെ ടെലഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. ഇന്ത്യൻ മാർക്കറ്റിനെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരാഴ്ചയാണ് വരുന്നത്. കാരണം ഏർണിംഗ് സീസൺ ഈ ആഴ്ചയോടെ ആരംഭിക്കുകയാണ്. മാത്രമല്ല വ്യാഴാഴ്ചയും വെള്ളിയാഴ്ചയുമായി US-ൽ നിന്നും ഇന്ത്യയിൽ നിന്നും ഇൻഫ്ലേഷൻ നമ്പറുകൾ പുറത്തുവരും. ഏതായാലും ഇന്ത്യൻ മാർക്കറ്റിനെ സംബന്ധിച്ച് വളരെ നിർണായകമായ ആഴ്ചകൾ തന്നെയാണ് ഇനി വരുന്നത്. ആദ്യം തിങ്കളാഴ്ച ജൂലൈ 8-ന് US കൺസ്യൂമർ ഇൻഫ്ലേഷൻ എക്സ്പെക്ടേഷൻ ഡാറ്റയാണ് പുറത്തുവരുന്നത്. ചൊവ്വാഴ്ച ജൂലൈ 9-ന് ഏർണിംഗ് സീസൺ ആരംഭിക്കുന്നു. ഡെൽറ്റ കോർപ്പിൻ്റെയും GM ബ്രിവറീസിൻ്റെയും റിസൾട്ടാണ് പുറത്തുവരുന്നത്. ബുധനാഴ്ച ജൂലൈ 10-ന് ചൈന ഇൻഫ്ലേഷൻ റേറ്റ് പുറത്തുവരും. ജൂലൈ 11-ന് വ്യാഴാഴ്ച TCSന്റെ റിസൾട്ടാണ് വരുന്നത്. അന്നേ ദിവസം തന്നെ UK GDP മന്ത് ഓൺ മന്ത് ഡാറ്റയും UK ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷനും UK മാനുഫാക്ചറിംഗ് പ്രൊഡക്ഷൻ ഡാറ്റയും US-ൽ നിന്നും ഇൻഫ്ലേഷൻ റേറ്റും മന്ത് ഓൺ മന്ത് ഡാറ്റയുമാണ് പുറത്തു വരുന്നത്. അന്നേ ദിവസം തന്നെ US ഇനീഷ്യൽ ജോബ്ലെസ് ക്ലെയിംസ് ഡാറ്റയും പുറത്തുവരും. വെള്ളിയാഴ്ച ജൂലൈ 12-ന് HCL ടെക്നോളജീസിൻ്റെ ഏർണിംഗ്സ് ആണ് വരുന്നത്. ഇന്ത്യ ഇൻഫ്ലേഷൻ റേറ്റ് മന്ത് ഓൺ മന്ത് ഡാറ്റയും ഇന്ത്യ മാനുഫാക്ചറിംഗ് പ്രൊഡക്ഷൻ ഡാറ്റയും അന്ന് തന്നെയാണ്. കൂടാതെ മറ്റ് ഡാറ്റകൾ ഇന്ത്യ ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷനും ഇന്ത്യ ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ്സ് ഡാറ്റയും പുറത്തുവരും. ഒത്തിരിയേറെ ഇവൻസുകൾ തിങ്ങി നിറഞ്ഞ ഒരാഴ്ച തന്നെയാണ്. അടുത്ത സെഗ്മെന്റിലേക്ക്, വെള്ളിയാഴ്ചത്തെ മാർക്കറ്റ് ഹൈലൈറ്റ്സിലേക്ക്. നിഫ്റ്റിയിൽ വെള്ളിയാഴ്ചത്തെ വലിയ കോൺട്രിബ്യൂട്ടറായി മാറിയത് റിലയൻസ് ഇൻഡസ്ട്രീസ് ആയിരുന്നു. റിലയൻസ് വലിയ പിന്തുണ നൽകിയപ്പോൾ HDFC ബാങ്ക് വലിയ ഡ്രാഗറായി മാറി 4% മുകളിൽ വെള്ളിയാഴ്ച ഇടിഞ്ഞു. ഇന്ത്യ കണ്ട എക്കാലത്തെയും വലിയ IPO ആയ 55,000 കോടി രൂപയുടെ ജിയോ IPO ലിസ്റ്റ് ചെയ്യാൻ പോകുന്നു എന്ന വാർത്തകളാണ് റിലയൻസ് ഇൻഡസ്ട്രീസ് ഉയരാൻ കാരണമായത്. ഇത് വെള്ളിയാഴ്ച അവസാനത്തെ അരമണിക്കൂറിൽ നിഫ്റ്റിയിൽ ഒരു സഡൻ സ്പൈക്ക് ഉണ്ടാക്കാൻ കാരണമായി. സ്റ്റോക്കുകളുടെ കാര്യത്തിലേക്ക് വന്നാൽ Q1 അപ്ഡേറ്റിൽ ഫെഡറൽ ബാങ്ക് 3% ഉയർന്നു. കൊഡാക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇക്വിറ്റീസ് ഡൗൺഗ്രേഡ് ചെയ്തതോടെ ടൈറ്റാൻ 2% ഇടിഞ്ഞു. ഇർക്കോൺ 10% നേട്ടമുണ്ടാക്കി. സ്വിസ്ലോൺ 14 വർഷത്തെ ഏറ്റവും ഉയർന്ന നിലയിലെത്തി. നിഫ്റ്റിയിലേക്ക് ഒരു ഹയർ വോളറ്റാലിറ്റി കണ്ട ദിവസമായിരുന്നു വെള്ളിയാഴ്ച. 24,323-ൽ 21 പോയിന്റ്സ് ഉയർന്നാണ് നിഫ്റ്റി ക്ലോസ് ചെയ്യുന്നത്. ദിവസത്തിലുടനീളം ഇടിവിലായിരുന്ന നിഫ്റ്റി പിന്നീട് അവസാന മണിക്കൂറിലാണ് റിക്കവറി ചെയ്തത്. ഇനി കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നിഫ്റ്റിയിൽ ഹയർ ലെവലിൽ നല്ല സെല്ലിംഗ് പ്രഷർ കാണുന്നുണ്ട് എന്ന് നമ്മൾ പറഞ്ഞിരുന്നു. എന്നാൽ വെള്ളിയാഴ്ച അതല്ല ഉണ്ടായത്. ഒരു ബൈ ഓൺ ഡിപ്സ് മാർക്കറ്റ് ആയിരുന്നു നമുക്ക് കാണാൻ സാധിച്ചത്. അടുത്തത് ഡെയിലി ക്യാൻഡിലാണ്. ചെറിയ അപ്പർ ലോവർ വിക്കോട് കൂടിയ ഒരു ബുള്ളിഷ് ക്യാൻഡിലാണ് ഡെയിലി ചാർട്ടിൽ ഫോം ആയിരിക്കുന്നത്. ബുധനാഴ്ച ഒരു ഡോജി ക്യാൻഡിൽ ഫോം ആയപ്പോൾ മാർക്കറ്റിന്റെ ഒരു റിവേഴ്സലിന്റെ സാധ്യത ആയിരിക്കാം എന്ന് നമ്മൾ പ്രതീക്ഷിച്ചിരുന്നു. എന്നാൽ ഇപ്പോൾ വെള്ളിയാഴ്ചത്തെ ക്യാൻഡിൽ ശക്തമായ ഒരു ബുൾ ക്യാൻഡിൽ തന്നെയാണ്. ജൂൺ 24-ന് ഫോം ചെയ്ത ക്യാൻഡിൽ വെള്ളിയാഴ്ചത്തെ ക്യാൻഡിലിന് ഏറെക്കുറെ സമാനമായ ക്യാൻഡിലാണ്. അതും നമുക്ക് ഒരു പോസിറ്റിവിറ്റിയുടെ പ്രതീക്ഷകൾ നൽകുന്നുണ്ട്. കഴിഞ്ഞ വീക്ക്ലി ക്യാൻഡിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരു സ്ട്രോങ് ബുള്ളിഷ് ക്യാൻഡിൽ തന്നെയാണ് ഫോം ആയിരിക്കുന്നത്. അപ്സൈഡിൽ ഒരു ബ്രേക്ക് ഔട്ടിന് സാധ്യതയുള്ള ലെവൽ 24,400 മുതൽ 24,500 വരെയുള്ള ലെവലാണ്. ഡൗൺ സൈഡിൽ ഒരു സപ്പോർട്ട് ആവാൻ സാധ്യതയുള്ളത് 24,170 ലെവലാണ്. അടുത്തതായി നിഫ്റ്റിയിൽ ഇപ്പോൾ കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് റൈറ്റ് ചെയ്തിരിക്കുന്ന സ്ട്രൈക്കുകൾ നോക്കാം. അതുവഴി ഇപ്പോഴത്തെ സപ്പോർട്ടും റെസിസ്റ്റൻസും കൂടി നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. ആദ്യം കോൾ സൈഡിൽ 25,000-ലാണ് കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് റൈറ്റ് ചെയ്തിരിക്കുന്ന ആദ്യത്തെ സ്ട്രൈക്ക് വരുന്നത്. അതിനുശേഷം 24,500 സ്ട്രൈക്കിലും അതിനുശേഷം 24,300 സ്ട്രൈക്കിലുമാണ്. പുട്ട് സൈഡിലേക്ക് വന്നാൽ 24,000-ലാണ് കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് റൈറ്റ് ചെയ്തിരിക്കുന്ന ആദ്യത്തെ സ്ട്രൈക്ക് വരുന്നത്. അതിനുശേഷം 23,500 സ്ട്രൈക്കിലും അതിനുശേഷം 24,200 സ്ട്രൈക്കിലുമാണ്. ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ പ്രകാരം ഒരു റെസിസ്റ്റൻസ് ആവാൻ സാധ്യതയുള്ളത് 24,500-ഉം സപ്പോർട്ട് ആവാൻ സാധ്യതയുള്ളത് 24,200-ഉമാണ്. ചേഞ്ച് ഇൻ ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ പ്രകാരം കോൾ സൈഡിലും പുട്ട് സൈഡിലും വന്ന വ്യത്യാസങ്ങൾ പരിശോധിക്കാം. ആദ്യം ATM സ്ട്രൈക്കായി 24,300-ൽ 37% വർധനവാണ് കാണുന്നത്. പുട്ട് സൈഡിൽ ലോങ് ബിൽഡപ്പാണ്. കോൾ സൈഡിൽ 22% വർധനവ് മാത്രം, ഒരു ഷോർട്ട് ബിൽഡപ്പ്. 24,250 സ്ട്രൈക്കിൽ 146% വർധനവാണ്, ഒരു ലോങ് ബിൽഡപ്പ് കാണാം. 159% വർധനവ് കോൾ സൈഡിൽ, ഒരു ഷോർട്ട് ബിൽഡപ്പാണ്. 24,380 സ്ട്രൈക്കിലാണ് 52% വർധനവ് കാണുന്നത്. പുട്ട് സൈഡിൽ ലോങ് ബിൽഡപ്പാണ്. 25% മാത്രം വർധനവ് കോൾ സൈഡിൽ, ഒരു ഷോർട്ട് ബിൽഡപ്പും കാണാം. ഈ 3 സ്ട്രൈക്കുകളും കമ്പയർ ചെയ്യുമ്പോൾ പുട്ട് സൈഡിന് ചെറിയ ഒരു മുൻതൂക്കം ലഭിക്കുന്നു എന്ന് മാത്രം. ബാങ്ക് നിഫ്റ്റിയിലേക്ക് വലിയ ഇടിവിലേക്കാണ് ബാങ്ക് നിഫ്റ്റി വെള്ളിയാഴ്ച പോയത്. അതിന് പ്രധാനപ്പെട്ട കാരണം HDFC ബാങ്കിൽ വന്ന ഇടിവ് തന്നെയായിരുന്നു. 4.5% മുകളിലാണ് വെള്ളിയാഴ്ച HDFC ബാങ്ക് ഇടിഞ്ഞത്. ബാങ്ക് നിഫ്റ്റി പൊതുവിൽ പോസിറ്റീവായി തന്നെയാണ് കാണപ്പെടുന്നത്. കാരണം എല്ലാ മൂവിംഗ് ആവറേജുകൾക്ക് മുകളിലായിട്ട് തന്നെയാണ് ഇപ്പോഴും ബാങ്ക് നിഫ്റ്റി ട്രേഡ് ചെയ്യുന്നത്. ഇതെല്ലാം പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. ഇനി ബാങ്ക് നിഫ്റ്റിയുടെ കീ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ പ്രകാരം കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് റൈറ്റ് ചെയ്തിരിക്കുന്ന സ്ട്രൈക്ക് 53,000-ആണ്.
അതിനുശേഷം 54,000 സ്ട്രൈക്കും അതിനുശേഷം 53,500 സ്ട്രൈക്കുമാണ് പുട്ട് സൈഡിൽ കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് റൈറ്റ് ചെയ്തിരിക്കുന്ന സ്ട്രൈക്കുകളായി വരുന്നത്. അടുത്തത് കോൾ സൈഡിൽ കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് റൈറ്റ് ചെയ്തിരിക്കുന്ന ആദ്യത്തെ സ്ട്രൈക്ക് 52,500 അതിനുശേഷം 51,000 സ്ട്രൈക്കും അതിനുശേഷം 52,000 സ്ട്രൈക്കിലുമാണ്. ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ പ്രകാരം ഒരു റെസിസ്റ്റൻസ് ആവാൻ സാധ്യതയുള്ളത് 53,000ഉം സപ്പോർട്ട് ആവാൻ സാധ്യതയുള്ളത് 52,500ഉമാണ്. ഇന്ത്യ വിക്സ് 1% മുകളിലാണ് വെള്ളിയാഴ്ച ഇടിഞ്ഞത്. 12.70 എന്ന നിലയിൽ 1.24% വെള്ളിയാഴ്ച ഇടിഞ്ഞത്. ഇതോടെ തുടർച്ചയായ 4ാമത്തെ ദിവസമാണ് ഇന്ത്യ വിക്സ് ഇടിയുന്നത്. ഗ്ലോബൽ മാർക്കറ്റ് സെഗ്മെന്റിൽ FIDA ആക്ടിവിറ്റിയാണ്. FIS വീണ്ടും ബൈയിങ്ങിൽ തന്നെയാണ് എന്ന് ഒരിക്കൽ കൂടി അറിയിച്ചിരിക്കുന്നു. വെള്ളിയാഴ്ച 1,271 കോടി രൂപയ്ക്കാണ് അവർ ബൈ ചെയ്ത്. എന്നാൽ DIS 1,651 കോടി രൂപയ്ക്ക് സെല്ല് ചെയ്യുകയാണ് ചെയ്തത്. US മാർക്കറ്റുകളിലേക്ക് ഇൻഡെക്സുകൾ വീണ്ടും വെള്ളിയാഴ്ച US മാർക്കറ്റുകളിൽ ഉയർന്നാണ് ക്ലോസ് ചെയ്യുന്നത്. S&P 500 പുതിയ ഓൾ ടൈം ഹൈ ഹിറ്റ് ചെയ്തു. വെള്ളിയാഴ്ച പുറത്തു വന്ന ഡാറ്റ US തൊഴിൽ വിപണിയിലെ ദൗർബല്യം കാണിക്കുന്നു. പുതിയ ഡാറ്റ സെപ്റ്റംബറിൽ തന്നെ പലിശ നിരക്ക് കുറയ്ക്കാനുള്ള സാധ്യതകളുണ്ട് എന്ന് ഡാറ്റകൾ സൂചിപ്പിക്കുന്നു. വലിയ നേട്ടമുണ്ടാക്കിയത് നാസ്ഡാക്ക് ആയിരുന്നു. 0.90% ഉയർന്നത്. S&P 500 0.54% ഉയർന്നു. ഡൗ ജോൺസ് 0.17% നേട്ടവുമുണ്ടാക്കി. സ്റ്റോക്കുകളിൽ മൈക്രോസോഫ്റ്റ് 1.5% ഉയർന്ന് ഓൾ ടൈം ഹൈ ഹിറ്റ് ചെയ്തു. മെറ്റ 5.9% ഉയർന്ന് പുതിയ ഉയരത്തിലെത്തി. കഴിഞ്ഞ ആഴ്ച അവിടെ വലിയ നേട്ടമുണ്ടാക്കിയത് നാസ്ഡാക്ക് ആയിരുന്നു. 3.5% ഉയർന്നു. S&P 500 1.95% കഴിഞ്ഞ ആഴ്ച മാത്രം ഉയർന്നത്. CME ഫെഡ് വാച്ച് ടൂൾ പ്രകാരം ഒരു റേറ്റ് കട്ടിനുള്ള സാധ്യത 79% ഇപ്പോൾ കാണുന്നത്. വെള്ളിയാഴ്ചത്തെ ഡാറ്റയ്ക്ക് മുൻപ് വരെ അത് 66%. ഇനി ഡോളർ ഇൻഡെക്സ് ആണ് ഇപ്പോൾ ഒരു ഇടിവ് സംഭവിച്ചിരിക്കുന്നത്. 105 താഴെ എത്തിയിരിക്കുന്നു. US 10-year ട്രഷറി ബോണ്ട് ഈൽഡുകൾ 4.30 ഉള്ളത്. വെള്ളിയാഴ്ച US-ൽ ഇടിവ് സംഭവിച്ച പ്രധാനപ്പെട്ട ഒരു മേഖല ബാങ്കിംഗ് സെക്ടർ ആയിരുന്നു. സെക്കൻഡ് ക്വാർട്ടർ ഏർണിംഗ്സിന് മുന്നോടിയായി ബാങ്കിംഗ് സെക്ടർ അവിടെ വലിയ ഇടിവിലേക്ക് പോയി. കൂടാതെ റസൽ 2000 സ്മോൾ ക്യാപ് ഇൻഡെക്സ് 0.95% ഇടിവ് നേടി. US-ൽ ലിസ്റ്റ് ചെയ്ത ഇന്ത്യൻ കമ്പനികളുടെ പ്രകടനത്തിലേക്കാണ്. ആദ്യം ടെക് സൈഡിൽ ഇൻഫോസിസ് 0.31% നേട്ടത്തിലും വിപ്രോ ഒരു മ്യൂട്ടഡ് അവസ്ഥയിലുമാണ് ക്ലോസ് ചെയ്യുന്നത്. ബാങ്കിംഗ് സൈഡിൽ ICICI ബാങ്ക് 1.32% ഉയർന്നപ്പോൾ HDFC ബാങ്ക് 7% ഇടിവാണ് വെള്ളിയാഴ്ച നേരിട്ടത്. ഡോക്ടർ റെഡ്ഡി 2.62% ഉയർന്നു. റിലയൻസ് ഇൻഡസ്ട്രീസ് 1.45% നേട്ടവും ഉണ്ടാക്കി. ഇപ്പോൾ ട്രേഡിംഗ് ആരംഭിച്ച US മാർക്കറ്റുകളിലേക്ക് നാസ്ഡാക്ക് 0.22% ഇടിവിലാണ്. S&P 500 0.18% ഇടിവിലുമാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. യൂറോപ്യൻ മാർക്കറ്റുകൾ 14 വർഷത്തിന് ശേഷമുള്ള കൺസർവേറ്റീവുകളെ പുറത്താക്കി പ്രതിപക്ഷമായ ലേബർ പാർട്ടി വൻ പാർലമെന്ററി ഭൂരിപക്ഷം നേടി വിജയിച്ചു. അതുകൊണ്ട് തന്നെ UK മാർക്കറ്റ് വെള്ളിയാഴ്ച ഇടിവിലായിരുന്നു. 0.45% ഇടിവാണ് നേരിട്ടത്. ഫ്രാൻസ് മാർക്കറ്റ് CAC 0.26% ഇടിഞ്ഞു. ജർമ്മൻ മാർക്കറ്റ് ഡാക്സ് 0.14% നേട്ടം ഉണ്ടാക്കിയാണ് അന്ന് ക്ലോസ് ചെയ്യുന്നത്. സ്റ്റോക്ക് 600ഉം ഒരു ഇടിവിലേക്ക് പോയിരുന്നു. 0.22% ഇടിഞ്ഞു. ഇപ്പോൾ ട്രേഡിംഗ് നടക്കുന്ന യൂറോപ്യൻ മാർക്കറ്റിന്റെ ഫ്യൂച്ചേഴ്സ് ഡാക്സ് 0.16% ഇടിവിലും CAC 0.26% ഇടിവിലും FTSE 0.16% ഇടിവിലും ട്രേഡ് ചെയ്യുന്നു. ഏഷ്യൻ മാർക്കറ്റുകൾ ഈ ആഴ്ച അവസാനം US-ൽ നിന്നും ഇന്ത്യയിൽ നിന്നും ചൈനയിൽ നിന്നുമുള്ള പ്രധാനപ്പെട്ട സാമ്പത്തിക വിവരങ്ങൾക്കായി നിക്ഷേപകർ കാത്തിരിക്കുകയാണ്. വെള്ളിയാഴ്ച ഏഷ്യ പസഫിക് വിപണികൾ ഒരു സമ്മിശ്രമായാണ് ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നത്. ഇപ്പോൾ ട്രേഡിംഗ് ആരംഭിച്ച ഗിഫ്റ്റ് നിഫ്റ്റി ഉള്ളത് 24,383.50 എന്ന നിലയിലാണ്. 32 പോയിന്റ്സ് ഡൗൺ സൈഡിലാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. ഇപ്പോൾ സമയം 7 മണി കഴിഞ്ഞ് 10 മിനിറ്റാണ് സമയം. ഇപ്പോഴത്തെ ഈ ഒരു നില വെച്ച് നിഫ്റ്റിയിൽ നമുക്ക് ഒരു മ്യൂട്ടഡ് അല്ലെങ്കിൽ ചെറിയ ഒരു പോസിറ്റീവ് ഓപ്പണിങ്ങിനാണ് സാധ്യതയുള്ളത്. മറ്റ് ഏഷ്യൻ മാർക്കറ്റുകളിൽ ജപ്പാൻ മാർക്കറ്റ് നിക്കി 0.89% ഇടിവിലും സിംഗപ്പൂർ മാർക്കറ്റ് 0.8% ഇടിവിലും ആണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. ഓയിൽ പ്രൈസുകളിലേക്ക് US ക്രൂഡ് ഓയിൽ വെള്ളിയാഴ്ച ഇടിയുകയുണ്ടായി. പക്ഷേ ഇൻവെന്ററികൾ ഡിമാൻഡിൽ വർധനവ് കാണിക്കുന്നതിനാൽ തുടർച്ചയായ 4ാമത്തെ വാരവും ഓയിൽ നേട്ടത്തിലാണ് ക്ലോസ് ചെയ്യുന്നത്. ബ്രന്റ് ഫ്യൂച്ചേഴ്സ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് $86.37 പെർ ബാരൽ എന്ന നിലയിലാണ്. 0.56% ഇടിവിലാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. WTI ഉള്ളത് $82.83 പെർ ബാരൽ എന്ന നിലയിൽ 0.41% ഇടിവിൽ ട്രേഡ് ചെയ്യുന്നു. ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകൾ ഏറ്റവും ഓതറൈസ്ഡ് ആയിട്ടുള്ള സൈറ്റുകളായ മണി കൺട്രോൾ, മിന്റ്, റോയിറ്റേഴ്സ്, CNBC തുടങ്ങിയ മാധ്യമങ്ങളിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്. മറ്റുള്ളവയെല്ലാം നമ്മുടെ വ്യൂസ് മാത്രമാണ്. ഒരിക്കലും അത് റെക്കമെൻഡേഷനായിട്ട് ആരും തന്നെ എടുക്കരുത്. എങ്കിൽ ഇന്നത്തെ വീഡിയോ ഇവിടെ പൂർത്തിയാവുന്നു. ഏവർക്കും നന്ദി.